ഗൈസ്, എൻ്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് അടിപൊളി ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ബെഡിനകത്തും ഈ നമ്മുടെ പില്ലോ കവറിനകത്തൊക്കെ ഭയങ്കര ബാഡ് സ്മെൽ അടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. കുറെ നാളിങ്ങനെ ഈ മാറ്റാണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ബെഡിനകത്താണെങ്കിൽ തന്നെ ഈ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് മൂത്രമൊക്കെ ഒഴിക്കും, വെള്ളമൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ആ പഞ്ഞിക്കകത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെൽ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഷൂസ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഇപ്പം മഴക്കാലത്തൊക്കെ ഈ പിള്ളേരൊക്കെ സ്കൂളിൽ ഈ നനഞ്ഞ വാക്കിനൊക്കെ ഊരിയിടാൻ അത് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പൊ നമുക്ക് മറ്റുള്ള ഒരാളുടെ അടുത്തോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തന്നെ ഒരു എനർജി കിട്ടത്തില്ല. അവരുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ മണമൊക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു വിദ്യയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ തലങ്ങനെയുള്ള ബെഡില, അതേപോലെ തന്നെ നമ്മുടെ സോഫ സെറ്റി, ഷൂസ്, ഇങ്ങനെയുള്ള ബാഡ് സ്മെല്ലുള്ള എല്ലായിടത്തും ഇടാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പായിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മളുടെ അതിനാവശ്യത്തിനായിട്ട് എടുക്കുന്നത് കുറച്ച് കടുകാണ്. കടുക് വേണ്ട, നമ്മളെ കറിയിലൊക്കെ ഉപയോഗിക്കാൻ താളിക്കാനൊക്കെ എടുക്കുന്ന കടുകാണ്. കടുക് എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലത്തെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കണം. കണ്ട, അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ കടുക് നമ്മൾ നല്ലതുപോലെ, കടുക് താഴ്ത്തൊന്നും ഇടരുത്. കടുക് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നല്ല കൂട്ടവഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ കടുക് എന്ന് പറയുന്നത്. കുറെ പേര് അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കും, ഇത് സത്യമൊന്നുമല്ല കേട്ടോ. അപ്പൊ നമ്മൾ കടുക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ കല്ല് വെച്ചിട്ട് നമ്മൾ ഇടിച്ച് ചതയ്ക്കണമെന്ന്. കണ്ട, കടുകിടിക്കാൻ നേരത്ത് ഇതേ കണക്ക് പൊടിഞ്ഞു വരുന്നുണ്ട്. കണ്ട, നല്ലതുപോലെ ഇടിച്ച് ചതയ്ക്കണം. അപ്പൊ അത് ഇടിച്ചിട്ട് അത് പൊടിയുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഞെരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജച്ചാടെ ഐഡിയ ആണ് ഇങ്ങനെ ഞെരിക്കി കൊടുക്കാൻ. ഇടിക്കാൻ നേരത്ത് ഇത് പൊങ്ങിച്ചാടുന്നതുകൊണ്ട് പൊടിയുന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഞെരിക്കും. അപ്പൊ അതേ കടുകൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു വെള്ള പേപ്പർ വെച്ചിട്ട് കടുക് പൊടിച്ചതൊക്കെ നമ്മൾ ഇതേ കണക്ക് ഇങ്ങനെ ഈ ഡിഎനിൽ നിന്നും നമ്മൾ ഇതേപോലെ ഇങ്ങനെ മാറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഇടിച്ചു വെച്ചത് ഈ പേപ്പറിനകത്തോട്ട് ഇതിങ്ങനെ തട്ടി കൊടുക്കണം. കണ്ടതേ, നമ്മൾ കടുക് ഇടിച്ച് പൊടിച്ചാണ്. അപ്പോൾ അതേ കടുക് പൊടിച്ചെടുത്തത് ഉണ്ട്. നമ്മൾ ഇടിച്ച് ഇതാ സെറ്റാക്കിയെടുത്ത കടുകാണ് ഇത് ഈ കിടക്കുന്നത്. ഈ കടുകിനകത്തോട്ട് നമ്മൾ ഇനി അടുത്തായിട്ട് ഇടാൻ പോണത് കുറച്ച് ബേക്കിംഗ് പൗഡർ, അതായത് സോഡാപ്പൊടി. കണ്ടോ, ഇതിനകത്തോട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതും സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടൊന്നത് ഇത് കുഴച്ച് മിക്സാക്കി കൊടുക്കണം. ഇതേപോലെ ഈ സോഡാപ്പൊടിക്കും ഈ കടുകിനൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഈ കൊള്ളാത്ത മണമൊക്കെ വലിച്ചെടുക്കുന്ന അത് കളയും. നമുക്ക് ആ മണമൊക്കെ മാറ്റി നല്ലൊരു അതുകൂടാണ്ട് നല്ല അടിപൊളി സ്മെല്ലും കിട്ടും കേട്ടോ. ഇതിന് ഈ കടുകൊക്കെ ഇടിച്ച് പൊട്ടിച്ചപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. കണ്ട, ഇത് നല്ലതുപോലെ ഇപ്പം നമ്മൾ സോഡാപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കടുകുമായിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിത് ഇതൊന്ന് അടിപൊളിയായിട്ടൊന്ന് പൊതിയണം. ഇതേപോലെ അപ്പോൾ നമ്മൾ റബ്ബറൊക്കെ ഇട്ടതിന് ശേഷം ഒരു ചെറിയൊരു പിന്നെടുത്തിട്ട് ജസ്റ്റ് ഒരു 2 കുത്തിട്ട് കൊടുക്കണം. അതിനകത്തോട്ട് അകത്തോട്ട് ഇറങ്ങി ചെല്ലുന്ന കുത്തായിരിക്കണം. കണ്ട, ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് വലിച്ചെടുക്കുകയും വേണം, അകത്തുള്ള മണം ഇതിനകത്തോട്ടും വരണം. അതിനുവേണ്ടി ഇതിങ്ങനെ കുത്തിട്ടതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണ പരിപാടി കാണിച്ചു തരാം. വാ, ഫോളോ ചെയ്യും. തലയണ എടുത്തിട്ടുണ്ട്. തലയണക്കകത്തൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഈ പൊതി അടിപൊളിയായിട്ട് ഇത് കണ്ടോ, ഇതേ കണക്ക് ഇതിനകത്തോട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പൊതി ഇങ്ങോട്ട് നൈസായിട്ടാക്കിയിട്ട് താഴത്തോട്ടാക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സംഭവം കിടപ്പുണ്ട്. ഈ ബാഡ് സ്മെല്ലൊക്കെ ഇത് വലിച്ചെടുക്കും. അങ്ങനത്തെ ഒരു ടെക്നിക്ക് ഉണ്ട് ഇതിനകത്ത്, ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യും ഇതിനകത്ത്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാറ്റ്സ്മെൻ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള കുറെ നെഗറ്റീവ് കാര്യങ്ങൾ ഇതിനകത്തോട്ട് വലിച്ചെടുത്തിട്ട് ഇതിനകത്ത് നല്ല എപ്പോഴും ഫ്രഷ്നെസ് നിൽക്കും. ഇതേപോലെ തന്നെ അടുത്ത വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത സംഭവം കാണിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഷൂസിനകത്തൊക്കെ ബാറ്റ്സ്മെല്ലൊക്കെ ആണെങ്കിൽ വെള്ളത്തിനകത്തൊക്കെ ഇട്ട് ചവിട്ടി നമ്മൾ ഈ അവിഞ്ഞ കാലൊക്കെ ആയിട്ട് ഇടാൻ നേരത്തിനകത്ത് ഭയങ്കര ബാറ്റ്സ്മെല്ലായിരിക്കും. അപ്പം നമ്മളിത് ഈ ഷൂസിനകത്തോട്ട് ഈ പൊതി അങ്ങോട്ട് അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് എവിടെയെങ്കിലൊക്കെ അർജന്റായിട്ട് നമുക്ക് പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ആകുമ്പോൾ ഇതെടുത്ത് ഈ പൊതി ഈ ഷൂക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ എടുത്തുകൊണ്ട് പോകും. ഒരു ബാറ്റ്സ്മെല്ലും ഇല്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇതിനകത്ത് കമന്റ് അടിക്കണം, ഈ പറഞ്ഞ ടിപ്പ് കറക്റ്റ് ആണോ അല്ലേ എന്ന്. ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുണമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഇതേപോലുള്ള അടിപൊളി കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ടക്ക് ചെയ്തൊന്ന് അടിച്ചു പൊട്ടിച്ചേക്കണം. എന്നാലേ എനിക്ക് ഇതേപോലുള്ള അടിപൊളി കാഴ്ചകളുമായി നിങ്ങളെ മുന്നിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലൊക്കെ മോണിറ്റൈസ് ആയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള സപ്പോർട്ടുകൾ നമുക്ക് മുന്നോട്ട് വേണം. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.